വിദ്യാഭ്യാസം നമ്മുടെ മനസ്സ് തുറപ്പിക്കുന്നു, മനസ്സിനെ വിശാലമാക്കുന്നു. കാലങ്ങൾ കൊണ്ട് നേടിയ അറിവുകളും വിദ്യ വഴി നേടിയ വിജയങ്ങളും ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തുന്നതിനായി നമ്മളെ പ്രാപ്തമാക്കുന്നു. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ജ്യേഷ്ഠനെയും അനുജനെയുമാണ്. കേരളത്തിന് അഭിമാനമായി 2 കാലഘട്ടങ്ങളിലായി ഒരു വീട്ടിലേക്ക് 2 ഒന്നാം റാങ്കുകൾ കൊണ്ടുവന്ന 2 വിദ്യാർത്ഥികൾ, വിഷ്ണു വിനോദ് ആൻഡ് വിശ്വനാഥ് വിനോദ്. എഞ്ചിനീയറിംഗ് IIT മദ്രാസിൽ സാധ്യമാക്കണം എന്ന ചിന്ത ആദ്യം ജനിക്കുന്നത് ജ്യേഷ്ഠനായ വിഷ്ണു വിനോദിനാണ്. ഇടുക്കി അണക്കരയിലെ ഒരു കൊച്ചു കർഷക കുടുംബത്തിൽ നിന്നും തൻ്റെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ബെർലിനിലെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമാവുക, അതിലൂടെ പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്കും സ്കോറും നേടി IIT മദ്രാസ് പോലുള്ള ഒരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടുക എന്ന ലക്ഷ്യവുമായി വിഷ്ണു വിനോദ് 2019 JEE പരീക്ഷകൾക്കായി ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങി. മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിലായിരുന്നു വിഷ്ണു വിനോദിന്റെ പഠനം. അങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്. സ്വന്തം അനിയനായ വിശ്വനാഥ് വിനോദിനെയും വിജയത്തിലേക്ക് നയിക്കാൻ പ്രചോദനമായത് 2019 ജ്യേഷ്ഠൻ നേടിയ ആ വിജയം തന്നെയായിരുന്നു. 2019 കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനവും JEE അഡ്വാൻസിൽ ഓൾ ഇന്ത്യ തലത്തിൽ 90ാം സ്ഥാനവും JEE മെയിനിൽ ഓൾ ഇന്ത്യ 35ഉം കേരള 1ാം സ്ഥാനവും കരസ്ഥമാക്കിയ വിഷ്ണു വിനോദിനെ സ്വന്തം നാടും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം അഭിമാനത്തോടുകൂടി നെഞ്ചിലേറ്റുന്നത് അന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അനുജനായ വിശ്വനാഥ് വിനോദിന് പ്രചോദനം തന്നെയായിരുന്നു. അന്ന് അനുജനായ വിശ്വനാഥ് വിനോദ് മനസ്സിലുറപ്പിച്ചു, ഇതേ വിജയത്തിൽ, ഇതേ തിളക്കത്തിൽ ബെർലിനിൽ നിന്നുകൊണ്ട് തന്നെ താനും തയ്യാറെടുക്കും. അങ്ങനെ ജ്യേഷ്ഠനായ വിഷ്ണു വിനോദ് ചേർന്ന ബെർലിനിലെ IIT എയിംസ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് തന്നെ അനുജനായ വിശ്വനാഥ് വിനോദും ചേരുകയാണ്. 2 വർഷത്തെ ആത്മാർത്ഥമായ തയ്യാറെടുപ്പ്. അശ്രദ്ധമായി പോകാവുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും ആ വിദ്യാർത്ഥി സ്വയം പിന്മാറിക്കൊണ്ടേയിരുന്നു. പൂർണ്ണമായും പഠനത്തിൽ കേന്ദ്രീകരിച്ചു. സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ബെർലിനിലെ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരിഹരിച്ചു. അങ്ങനെ 2022 കേരള എഞ്ചിനീയറിംഗ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 4 വർഷങ്ങൾക്ക് മുൻപ് ബെർലിൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥിനിയായിരുന്ന സ്വന്തം ജ്യേഷ്ഠൻ നേടിയ കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനത്തിന് തന്നെ അനുജനും അർഹനാവുകയാണ്. അന്ന് കേരളത്തിൽ നിന്നും JEE എക്സാം എഴുതിയിരുന്ന വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും മാധ്യമങ്ങളും എല്ലാം ഒന്നടങ്കം പറഞ്ഞു, ചരിത്രം കണ്ട ഒരു തനി ആവർത്തനം തന്നെയാണ്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ തിളക്കമാർന്ന നേട്ടവുമായി പാലാ ബ്രില്യൻറ്റ്. ഒന്നാമതെത്തിയ വിശ്വനാഥ് വിനോദ് ഉൾപ്പെടെ ആദ്യ 6 റാങ്കും ബ്രില്യനിലെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. ജ്യേഷ്ഠനായ വിഷ്ണു വിനോദ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി 4 വർഷങ്ങൾക്ക് ശേഷം അതേ വീട്ടിൽ നിന്നും സ്വന്തം അനിയനും കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്വന്തം നാടിനും മാതാപിതാക്കൾക്കും ബ്രില്യൻ സ്റ്റഡി സെന്ററിനും ഏറ്റവും അഭിമാനമായി മാറിയ നിമിഷമായിരുന്നു അത്. സോഷ്യൽ മീഡിയയിൽ നിന്നും സ്വന്തം ഭാവിക്ക് അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളിലും ഇൻസ്പയറായി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്ന് നവമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം പുതിയ വാർത്തകൾ നൽകി നാൾക്കുനാൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകൾക്കുമായി നമ്മൾ ചിലവഴിക്കുന്ന ഓരോ മണിക്കൂറും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയെ അനായാസമാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിലപ്പെട്ട സമയം എന്തിനു വേണ്ടി ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുന്നുവോ അവയാണ് നമ്മുടെ ലക്ഷ്യം. മൊബൈൽ ഗെയിംസിലും സോഷ്യൽ മീഡിയയിലും സമയവും കാലവും കടന്നു പോകുന്നത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാറില്ല, അറിയാറില്ല എന്നതാണ് വാസ്തവം. മൊബൈലും സോഷ്യൽ മീഡിയയും എല്ലാം ദിനചര്യയുടെ ഭാഗമാവുമ്പോൾ ശരിയായ രീതിയിൽ, ഭാവിക്ക് അനുയോജ്യമായ രീതിയിൽ അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സ്വയം തിരിച്ചറിവുകളുണ്ടാവും. സ്വയം തിരിച്ചറിവുകളുണ്ടായി സമയത്തെ ലക്ഷ്യത്തിനായി വിനിയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുക. അത്തരത്തിൽ സമയത്തെ കൃത്യമായി വിനിയോഗിച്ച് പഠിച്ച ഒരേ കുടുംബത്തിലെ 2 വിദ്യാർത്ഥികളുടെ വിജയമാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പങ്കുവച്ചത്. നിങ്ങളുടെ ഇനിയുള്ള സമയം പാഴാക്കരുത്. സമയം ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കില്ല. ബി പ്രൊഡക്റ്റീവ്. സക്സസ് വിൽ പേ യു ബാക്ക്.